ഹലോ, അസ്സാം വലൈക്കും. മോളൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു വെള്ളി രാവിലെ തന്നെ നമ്മളൊരു യാത്ര പോവുകയാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, നമ്മുടെ മമ്പുറം മക്കാമിലേക്ക്. അപ്പം നമ്മൾ ആദ്യമൊക്കെ ഒരു 2 വർഷമൊക്കെ കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് പോയിരുന്നു. ഇപ്പം അങ്ങനെ ഈ ബിസിനസ് തുടങ്ങിയതിന് ശേഷം പോയിട്ടേ ഇല്ല. ആദ്യമായിട്ട് പോകണമെന്ന് വിചാരിക്കും, പോകാൻ പറ്റില്ല. നമ്മൾ മാത്രമല്ല കേട്ടോ, കസിൻസൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരാണ് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ബാക്കിൽ ഇരിക്കണം. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് സെറ്റല്ല, ഒരാളും കൂടെ കൂടണ്ടങ്ങ് പോകുമ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോണ വീഡിയോ ഇട്ടു. അപ്പോൾ ചിലരൊക്കെ ഇപ്പം ഈ വീഡിയോ ഇടുമ്പോൾ വിചാരിക്കും ഇതിപ്പോൾ മമ്പുറം നമ്മൾ കാണാത്തവന്ന് വിചാരിക്കണവരുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇട്ട വീഡിയോ. നമ്മുടെ നാട്ടിലുള്ള എത്ര പോലെ ആൾക്കാരുണ്ടാവും. പിന്നെ ചിലർ പറയും ഇങ്ങനെയുള്ള വിശ്വാസമൊക്കെ ശിർക്കാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ല. നമ്മുടെ വിശ്വാസമാവില്ല നിങ്ങളെ വിശ്വാസം നമ്മുടെ വിശ്വാസമാവില്ല. അത്രയേ ഉള്ളൂ. എനിക്ക് നമ്മളെ വിശ്വാസമാണിത്. നമ്മൾ പോവാറുണ്ട് സമയം കിട്ടുമ്പം. അതിൽ അധികമായിട്ടുള്ള ഒരു പോക്കല്ല, നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്കും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പോവാറുണ്ട്. പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പോകുന്നൊരു സ്ഥലമാണ്. നമ്മളിവിടെ അടുത്താണ് പുതിയങ്ങാടി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നാടിപ്പം നേർച്ചയൊക്കെ ഉണ്ടായിട്ട് ആന ഒരാളെ വലിച്ചിട്ടിട്ട് ആൾ മരിച്ചൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ നമ്മളെ അടുത്ത് അധികം നമ്മൾ അവിടെയാണ് പെട്ടെന്നൊക്കെ പോകല്. പിന്നെ മമ്പുറം, അങ്ങനെ നമ്മൾ പോണ സിയാർത്ത് സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഏകദേശം ഞങ്ങൾ എത്തിയിട്ടോ. അതാണ് മമ്പുറം മക്കാം ഷെരീഫ്. മമ്പുറം സെയ്തലവി തങ്ങളെ മക്കാം ഷെരീഫാണ്. അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടെ നല്ല ക്ഷീണം കണ്ടിട്ട് രാവിലെ തന്നെ. അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ എല്ലാവരും കൂടെ നിർത്തുക. അപ്പോൾ അതിനെ നിർത്തി വെച്ച ഒരു വീഡിയോ എടുത്താണ്. അപ്പം നിറയെ കച്ചവടക്കാരായിട്ട് ഈ കച്ചവടം കണ്ടിട്ടുണ്ടെങ്കിൽ വേണ്ടാത്ത സാധനം നമ്മൾ വാങ്ങിപ്പോവും. അത്രക്ക് രസമുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു ചായക്കടി കിട്ടിയിട്ടോ, ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ വിട്ടു. ഈ ചായ കണ്ടപ്പോൾ പിന്നെ കടിയും കണ്ടപ്പോൾ പിന്നെ മറന്നുപോയി. ഉള്ളിൽ ചമ്മന്തിയൊക്കെ വെച്ചിട്ട് എന്തൊരു പേരവർ പറഞ്ഞു. നമ്മളവിടെ കേട്ടോത്തൊരു വിഭവം, മുട്ട വെച്ചിട്ടും ചിക്കനൊക്കെ വെച്ചിട്ട് വേറൊരു ഐറ്റം മോഡൽ. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നൊരു സംശയം. നല്ല രസമുണ്ട് തിന്നാൻ. അപ്പം നമ്മൾ മക്കാമിൽ കിടക്കണ മുന്നേ നമ്മൾ ചായ അടിച്ചിട്ടില്ല കേട്ടോ, കഴിഞ്ഞ ശേഷം. അപ്പം ഇതിപ്പോൾ അവരെല്ലാം വീഡിയോ എടുത്തപ്പോൾ അവരാദ്യം പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ടാണ് മക്കാമിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പള്ളിയിൽ പോയപ്പം പുതിയ പള്ളിയാണ് ഇപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ പള്ളീൻ്റെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം നമ്മൾ 2-3 വർഷം മുമ്പേ, 3-4 വർഷമൊക്കെ ആയിട്ടുണ്ടോ, എങ്ങനെ 4 വർഷം കണ്ടാൽ പോരാ, അതിന് മുമ്പ് പോയതാണ്. അപ്പം ഈ പള്ളി ഇല്ല, ഈ പള്ളി ഇപ്പം ഉണ്ടാക്കിയതാണ്. അപ്പം അവരവിടെ ആദ്യം പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ടാണ് മക്കാമിക്ക്. അപ്പോൾ പള്ളിയുടെ ഉള്ളൊക്കെ പുതിയത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടപ്പോൾ വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾ നേരെ മക്കാമിൻ്റെ ഉള്ളിൽ പോയി അവിടെ ഓതി കുറച്ച് പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പം ഇതാണ് പള്ളിയുടെ ഉള്ളിൽ മക്കാം ഷെരീഫ്. ഇനി കാണിക്കാം കേട്ടോ. സെറ്റാട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ഫാനൊക്കെ ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഒരു വീഡിയോ കൊടുന്നതുകൊണ്ട് കണ്ട്. അപ്പം ഇതാണ് മമ്പുറം പാലം, നമ്മൾ വരുന്ന പാലം. പള്ളിയുടെ ഒരു സൈഡൊക്കെ ഇട്ടത്. ഇവിടെ മക്കാം ഷെരീഫിലേക്കാട്ടോ കയറുന്നത്. എൻ്റെ ഉള്ളിൽ കേട്ടോ, കണ്ട തട്ട്, എന്താ പറയുക, ആ തട്ടിൻ്റെ ഒരു ഇത് അന്ന് വാർപ്പല്ലല്ലോ, തട്ടിൻ്റെ ഇല്ല, അങ്ങനെ എന്തോ പറയില്ല, അതാണത്. അപ്പം ഞങ്ങളവിടെ കയറി, ഞങ്ങൾ അപ്പുറമാട്ടോ കയറിയത്. ഇപ്പോൾ ഇവർ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇവിടെ പറ്റിനടുത്തുള്ളൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഫോണായിട്ട് വീഡിയോ നടക്കാൻ പറ്റൂലല്ലോ. അപ്പം നമ്മൾ കയറിയ പാട് കുറച്ച് വീഡിയോ എടുത്ത് പിന്നെ മക്കാമൊക്കെ ഒന്ന് എടുത്ത്. ഇതാണ് മക്കാം ഷെരീഫ്, മമ്പുറം മക്കാം ഷെരീഫ്. ലേഡീസിന് അപ്പുറത്താട്ടോ. അപ്പം നമ്മുടെ അവർ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ വന്നത്, നമ്മളപ്പുറത്ത്. അപ്പോൾ ഞങ്ങൾ വന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യണം വിചാരിച്ചു. ഞങ്ങളത് പോയി വളയും മാലയൊക്കെ വാങ്ങിച്ച് വന്നപ്പോൾ ഇവരിവിടെ കടവൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയില്ല കേട്ടോ. ഞാൻ ഞാനവിടെ കടയിൽ നമ്മൾ കയറിയുള്ള അവസ്ഥ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിക്കൂടെ.
അപ്പോൾ ഞാൻ കടയിൽ വിട്ടു. അപ്പോൾ ഇവർ ആ കടവൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിലാണ് കണ്ടത്, അവർ വീഡിയോ എടുത്തുകൊണ്ട് കൊടുന്നതാണ്. അപ്പോൾ ഈ കടവ് പണ്ടൊക്കെ ഞാൻ ചെറിയ ആവണ സമയത്തൊക്കെ ഇവിടെ പാലോ റോഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പുറത്തുനിന്ന് തോണിയിൽ നമ്മൾ കടവെടുക്കുകയെന്ന് മമ്പറത്തേക്ക് വരുന്ന സമയത്ത് മക്കാമ് ഷെരീഫിലേക്ക് വരുമ്പം അവിടെ കടവെടുന്നിട്ടായിരുന്നു നമ്മൾ തോണിയിലായിരുന്നു ഇപ്പുറം വന്നിരുന്നു ചെറിയ കുട്ടിയാവുന്ന സമയത്ത്. പിന്നെ എനിക്കൊരു കുറച്ചൊക്കെ നമ്മൾ 5-6 ആ ഒരു ടൈമൊക്കെ എത്തിയപ്പോൾ തന്നെ പിന്നെ നമ്മൾ പാലായി റോഡായി ഒക്കെ ആയിട്ട് പിന്നൊക്കെ വരുന്ന സമയത്ത് പാലം റോഡൊക്കെ ആയി. ആദ്യം വേറെ പാലായിരുന്നു, ഇപ്പോൾ പുതിയ പാലൊക്കെ ആക്കി സെറ്റാക്കിയിരിക്കണം കേട്ടോ, ഒക്കെ അടിപൊളിയാക്കിയിരിക്കണം. ആദ്യം വേറെ ചെറിയൊരു പാലത്തിലൂടെയാണ് വന്നത്. അപ്പോൾ ഇവിടെ അപകടമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കടലുണ്ടിപ്പുഴയെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് വലിയ ഐഡിയ ഇല്ല. നമ്മളവിടെ ഭാരതപ്പുഴയാണ്, ഈ പുഴ കടലിൻ്റെ പുഴയാണോ എന്നൊരു സംശയം. അപ്പോൾ കടയിൽ കുറേ മിഠായികളൊക്കെ ഉണ്ട് കേട്ടോ, വാങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് നമ്മളീക്ക് യാത്രയിലൊക്കെ ഇങ്ങനെ മിഠായിയൊക്കെ തിന്നത് ഛർദ്ദിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്, ഞാൻ വാങ്ങിയില്ല. പെട്ടെന്ന് യാത്രയിൽ ഞാൻ എപ്പോഴും ഛർദ്ദിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ മധുരമുള്ളൊന്നും വാങ്ങിച്ചില്ല, എരിവുള്ളൊക്കെ നമ്മൾ വാങ്ങി തിന്നാന്നല്ലാതെ. അപ്പോൾ അവർ പോയി വന്നപ്പോൾ നമ്മളെ നോക്കൽ കഴിഞ്ഞില്ല, നമ്മൾ നോക്കി അവിടെ നിന്ന് തീർന്നു പോകുന്നപ്പോൾ കുറേ നേരമായി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.